മാജിക് മോണിറ്റർ. മാജിക് ഓക്കെ മോർണിംഗ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ബി മാജിക്കിലേക്ക് ചെറിയൊരു സ്പെഷ്യൽ ഉണ്ട്. ഇപ്പൊ ഇന്ന് 1400 എപ്പിസോഡാണ് നമ്മുടെ ബി മാജിക്കിന്റെ. അപ്പോൾ വളരെ ഹാപ്പിയാണ്. ഇത്രയും ഒരു ലോങ് ടൈം ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ കൂടെ വന്നിട്ടും പോയിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ ലോങ് ടൈം ആയിട്ട് നിൽക്കുന്നവർ ഒരുപാട് ആളുണ്ട്. അപ്പൊ എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് നമ്മുടെ പ്രവീണ മാം ആണ്. അപ്പോൾ പ്രവീണ മാമിന്റെ ടോപ്പിക് ബ്ലാക്ക് മാജിക് എന്നാണ്. അപ്പോൾ ഈ ടോപ്പിക് എടുക്കാൻ വേണ്ടി ഈ സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. താങ്ക് യു ഗോപിക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ ഇന്നത്തെ പേർപ്പസിലേക്ക് ഈ ബ്ലാക്ക് മാജിക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കൊന്നൊരു കഥയിൽ നിന്ന് തുടങ്ങാം. ഇന്നൊരു കഥയാവട്ടെ നമ്മുടെ ടോപ്പിക്കിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയും. ജെല്ലിയും മേരിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. ജെല്ലി മേരിയുടെ മകളാണ് എന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് രാവിലെ എല്ലാ കാര്യങ്ങൾക്കും പുറപ്പെടുന്നത്. മേരി തന്റെ ജോലിക്കായി പുറപ്പെടുന്നു. ജെല്ലി എല്ലാ കാര്യങ്ങളും ഒപ്പം നിന്ന് അമ്മയെ സഹായിക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ കഴുകി കൊടുക്കുന്നത് ജെല്ലിയാണ്. കാരണം അവൾ ഒരു 10ാം ക്ലാസ്സുകാരിയാണ്. അത് കഴിഞ്ഞ് അവൾ തന്റെ പഠനത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടുവേണ്ട വെള്ളം, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ട വെള്ളം എല്ലാം ബോട്ടിൽ നിറയ്ക്കണം. എല്ലാ കാര്യത്തിലും ഒപ്പം അമ്മയ്ക്കൊപ്പം നിന്ന് അവർ ഒരുമിച്ചിട്ടാണ് പുറത്തേക്ക്, അതായത് മേരി ജോലിക്കും ജെല്ലി അവരുടെ സ്കൂളിലേക്കും പോകുന്നത്. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയാണ്. മേരി ഒരു സിംഗിൾ പാരന്റും കൂടിയാണ്. രണ്ടുപേരും അങ്ങനെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ജെല്ലിയാണ് ആദ്യം ഫ്ലാറ്റ് തുറക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ജെല്ലിയുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഒന്ന് ഫ്രഷായി വന്നതിന് ശേഷം തനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ആ പാട്ടുകൾക്കൊപ്പം സ്കൂൾ കൊയറിൽ പാടാനുള്ള പാട്ടുകളൊക്കെ അവൾ പ്രാക്ടീസ് ചെയ്യും. അത് പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടി നമ്മുടെ പ്രിയപ്പെട്ട ചെസ്സ് കളിക്കുക എന്നുള്ളതാണ്. ആ ചെസ്സിലും അവൾ വളരെ മിടുക്കുകയാണ്. ചെസ്സിൽ എപ്പോഴും ട്രോഫിയുമായിട്ടാണ് എപ്പോഴും സ്കൂളിൽ നിന്ന് തിരിച്ചു വരാറുള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് അവരുടെ ഓരോ ദിവസം പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനിടയിൽ മേരിക്ക് ഒരുപാട് സ്ട്രെസ്സും ഉണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ട്രെസ്സും ഉണ്ട്. പക്ഷെ മേരി ഒരുപാട് പോസിറ്റീവായിട്ട് എല്ലാം കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഏത് തരം പ്രതിസന്ധിയും വളരെ ഭംഗിയായിട്ട് മേരി കൈകാര്യം ചെയ്യും. അതുകൊണ്ടാണ് സിംഗിൾ പാരന്റ് ആയിട്ട് പോലും ജെല്ലിയെ എത്ര ഭംഗിയായി നോക്കാൻ അവർക്ക് സാധിക്കും. ഒരിക്കൽ മേരി ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ ഇതേപോലെ ജെല്ലി പാട്ട് കേട്ടുകൊണ്ടിരിക്കാൻ നല്ല ഉച്ചത്തിലാണ് പാട്ട് വെക്കുക. ആ പാട്ടിനനുസരിച്ച് ജെല്ലി തന്നെ ക്വയറിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉറക്കെ പാടി പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. അമ്മ വരുന്നത് അവൾ കണ്ടു. രണ്ടുപേരും ഒരുമിച്ച് ചായ കുടിച്ചു. വീണ്ടും ജെല്ലി അവളുടെ പാട്ടിന്റെ പ്രാക്ടീസിനായി തന്റെ മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് മേരി ജെല്ലിയുടെ റൂമിലേക്ക് ഓടി വന്ന് പറയുന്നത് ഇതാണ്: നിന്റെ ഈ പാട്ട് കാരണം എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു. ഈ പാട്ട് എനിക്ക് ഒരുപാട് ശല്യമാകുന്നുണ്ട്. ഒന്ന് എനിക്ക് വേണ്ടി ഇത് നിർത്താമോ എന്ന് മേരി ജെല്ലിയോട് പറയുന്നു. ജെല്ലി ഒന്നും മിണ്ടിയില്ല. വേഗം ചെന്ന് പാട്ട് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്തു, തന്റെ ചെസ് കളിയിലേക്ക് പോകുന്നതിനായിട്ട് വേണ്ടി തയ്യാറെടുത്തു. ചെസ്സുമായിട്ട് മേരിയുടെ അടുത്ത് നിന്നപ്പോൾ അവർ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ചെസ്സൊക്കെ നന്നായി കളിച്ചു. വീണ്ടും ആസ് യൂഷ്വൽ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂളായി വീണ്ടും പഴയ പോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം മേരി സ്കൂളിലേക്ക് പോവാണ്. ഡൽഹിയുടെ സ്കൂളിലേക്ക് പോവാണ്. അവിടെ ഇന്ന് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ കൾച്ചറൽ ആക്ടിവിറ്റീസ് പങ്കെടുക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചറെ മേരി പോയി പരിചയപ്പെടുകയാണ്. മേരി പോയി പരിചയപ്പെട്ട് ക്ലാസ് ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോൾ ടീച്ചർ വളരെ ഹാപ്പിയാണ്. കാരണം ജെല്ലി മിടുമിടിക്കുകയാണ്. അപ്പോഴും പഠനങ്ങളിലൊക്കെ വളരെ മിടുമിടിക്കുകയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ അവരൊരു കാര്യം പറഞ്ഞു: ജെല്ലി ഇപ്പം സ്ക്വയറിലൊന്നും പങ്കെടുക്കുന്നില്ല, പാട്ടൊന്നും അവൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് മേരി ഓർത്തത്, ശരിയാണല്ലോ, ഇപ്പൊ ഫ്ലാറ്റിൽ വന്നു കഴിഞ്ഞാൽ പാട്ട് കേൾക്കാറുണ്ട്, പക്ഷെ അവൾ പാടുന്നതായിട്ട് കാണാറില്ല. ഇപ്പൊ കൊയറിലൊന്നും പങ്കെടുക്കാറില്ല. അവൾ പറയുന്നത് എനിക്ക് അതൊന്നും ഇഷ്ടമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ചെസ്സിലൊക്കെ അവൾ മിടുക്കിയായിട്ട് എല്ലാം പങ്കെടുക്കുന്നു. മേരി തിരിച്ചു വന്നിട്ട് ജെല്ലിയോട് ചോദിക്കുമ്പോൾ ജെല്ലി പറയുന്നുണ്ട്, എനിക്കിപ്പോ പാടാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അമ്മ, എനിക്ക് അതിനൊന്നും താല്പര്യമില്ല, എനിക്ക് പക്ഷെ ചെസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ജെല്ലി അതേപോലെ മുന്നോട്ട് പോകുന്നുണ്ട്. മേരി ഈ ഇടയായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ
രണ്ടുപേരും ഈ പറഞ്ഞ നമ്മുടെ ടോപ്പിക്കിൽ ഒരു ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് മാജിക് ആണ് രണ്ടുപേരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. എന്താണ് ഈ ബ്ലാക്ക് മാജിക് എന്ന് നോക്കാം. നമ്മുടെ ഹ്യൂമൺ അല്ലെങ്കിൽ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് നല്ല വളക്കൂറുള്ള മണ്ണാണ്. ആ വളക്കൂറുള്ള മണ്ണ് നമുക്ക് നൽകിയിട്ടാണ് ഭൂമിയിലേക്ക് നമുക്ക് ജനിക്കാനുള്ള ഒരു അവസരം ഈശ്വരൻ നൽകിയിട്ടുള്ളത്. ആ വളക്കൂറുള്ള മണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സീഡുകളാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. നല്ല വളക്കൂറുമായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ പിന്നീട് നമ്മൾ ഓരോ വിത്തുകൾ അവിടെ പാകുന്നുണ്ട്. ആ വിത്തുകൾ എങ്ങനെയുള്ളതാണോ, അത് ബ്ലാക്ക് മാജിക്കുള്ള വിത്താണെങ്കിൽ ഒരിക്കലും അത് വളരില്ല. അത് കൂമ്പ് വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അത്ര പോലും അതിന് വളർച്ച ഉണ്ടാവില്ല. എന്താണ് ഈ ബ്ലാക്ക് മാജിക് എന്ന് നോക്കാം. ഒരു പക്ഷെ നമ്മൾ എല്ലാവരും ദിവസത്തിൽ എല്ലായ്പ്പോഴും ഈ ബ്ലാക്ക് മാജിക് ഉപയോഗിക്കുന്നത്. സൈക്കോളജിയിൽ ഒരു എഗ്രിമെന്റ് പറയുന്നുണ്ട്. അവിടെയാണ് ബ്ലാക്ക് മാജിക്കിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നത്. ആ ഒന്നാമത്തെ അഗ്രിമെന്റ് എന്ന് പറയുന്നത് ബി ഇംപെക്കബിൾ വിത്ത് യുവർ വേർഡ് എന്ന് പറയുന്നത്. ഇംപെക്കബിൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ രീതിയിൽ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുക. കാരണം ഈ വാക്കുകൾ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്, കൂടുതൽ കരുത്തുള്ള ഒരു പവർഫുൾ ടൂളാണ്, നല്ലൊരു സീഡാണ്. ഈ വാക്കുകൾ കൃത്യസമയത്ത് നമ്മൾ എങ്ങനെ ഈ വളക്കൂറുള്ള നമ്മുടെ മനസ്സിലേക്ക് പാകപ്പെടുന്നുവോ, എങ്ങനെ അത് അവിടെ പ്ലാൻ ചെയ്യപ്പെടുന്നു, അതിനനുസരിച്ചിട്ടാണ് പിന്നെ ജീവിതം നമ്മുടെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു ജെല്ലിയും മേരിയും ഈ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയത്. അത് മാജിക് ആയിട്ടല്ല, ഒരു ബ്ലാക്ക് മാജിക് ആയിട്ടാണ് രൂപം കൊണ്ടത്. ഒരു കാര്യം ശ്രദ്ധിച്ചു, ജെല്ലി പറയുന്നുണ്ട് എനിക്കിപ്പോ സ്ക്വയറിലൊന്നും പാടാൻ വലിയ താല്പര്യം, എനിക്ക് പക്ഷെ ചെസ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ജെല്ലി സ്വയം ഒരു സീഡ് എടുത്തിട്ട് തന്റെ വളക്കൂറുള്ള മണ്ണിൽ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്നെ കാണുന്നില്ല അല്ലേ, കറണ്ട് പോയിട്ടുണ്ട്, സാരമില്ല, എന്നെ കാണുന്നില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ, കേൾക്കാമല്ലോ. കറണ്ട് പോയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷെ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണ്. ഈ ബ്ലാക്ക് മാജിക്കിൽ ഇത് നിങ്ങളൊന്ന് യൂസ് ചെയ്യണം. കാരണം ഇപ്പൊ ഒരു പക്ഷെ നിങ്ങൾ മനസ്സിലോർത്ത് അയ്യോ കാണുന്നില്ലല്ലോ എന്ന് തോന്നിയില്ലേ, ആ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മാജിക് ആയിട്ട് മാറുകയാണ്. പക്ഷെ അപ്പൊ ആ ബ്ലാക്ക് മാജിക് നമ്മൾ ഒരു തവണ യൂസ് ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ഈ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തതാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ മേരി ഒരു ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തു തന്റെ വാക്കുകൾ കൊണ്ട്. നിന്റെ പാട്ട് എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കുന്നു. അവിടെ ആ തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് മേരി ഒരു ബ്ലാക്ക് മാജിക് വാക്കുകൾ തന്റെ സ്ട്രെസ് വന്നപ്പോൾ ഉപയോഗിച്ചൊരു വാക്കാണ്. എനിക്ക് വല്ലാതെ തലവേദന എടുക്കുന്നുണ്ട്. ഈ തലവേദന അന്ന് കൂടി വന്നതേ ഉള്ളൂ. കാരണം ഉപയോഗിച്ചത് ഒരു ബ്ലാക്ക് മാജിക് ആണ്. ഒരു വാക്കിനെ അത് ഏറ്റവും കരുത്തുള്ള പവർഫുൾ ടൂളാണ്. അതിനൊരു ബ്ലാക്ക് മാജിക് പോലെ ഉപയോഗിച്ചു കഴിഞ്ഞു. എന്നാൽ ജെല്ലി ഇത് എങ്ങനെയാണ് ബ്ലാക്ക് മാജിക്കിന് യൂസ് ചെയ്ത് നോക്കൂ. ജെല്ലി ഉടനെ തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ തിരിച്ച് ഉള്ളിലേക്ക് എടുത്ത സീഡ് ഇങ്ങനെയാണ്, എന്റെ പാട്ട് കൊള്ളത്തില്ല, ഞാൻ വളരെ മോശമായിട്ടാണ് പാടുന്നത്, അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഇന്ന് തലവേദന എടുക്കാനുള്ള ഒന്നാമത്തെ കാരണം. ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ, എൻ്റെ പാട്ട് വളരെ മോശമായതുകൊണ്ട് ഞാൻ ഇനി പാടാതിരിക്കുന്നതാണ് നല്ലത് എന്ന രീതിയിൽ ജെല്ലി ആ ബ്ലാക്ക് മാജിക്കിനെ യൂസ് ചെയ്തു. മാജിക് ആയ വേർഡിനെ ബ്ലാക്ക് ആയിട്ട് യൂസ് ചെയ്തു. ഇതിനൊരു ബ്ലാക്ക് മാജിക് എന്നാണ് പറയുന്നത്. സൈക്കോളജി അതിനെ എടുത്തു പറയുന്നത് അതാണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ, ഒരു വേർഡ്, ഒരു വാക്കിനെ ജെല്ലി ഉപയോഗിച്ചത് ഇത്തരത്തിലാണെങ്കിൽ മേരി മറ്റൊരു തരത്തിലാണ്. നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓർത്തു നോക്കൂ. എനിക്കിന്ന് തീരെ വയ്യ. പലപ്പോഴും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പീരീഡ്സിന്റെ സമയത്ത്, അതായത് മെൻസ്ട്രൽ സൈക്കിളിന്റെ പീരീഡ്, പല ഡിസ്റ്റർബൻസും തോന്നാം. അവിടെ അവർ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് മാജിക് ഇങ്ങനെയാണ്. ഈ മാസം എന്താണ് അവിടെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കൗൺസിലിംഗ് സെഷൻ ആവശ്യമായി വന്നു. വളരെ എളുപ്പത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. കാരണം ആ സമയത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ മാസം ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഈ മാസം എനിക്കത് തീരെ പറ്റുന്നില്ല.
കഴിഞ്ഞ മാസം എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ആണ്. ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട്. മുന്നേ ഞാനിത് വളരെ ഭംഗിയായിട്ട് ചെയ്തിരുന്നു, ഇപ്പൊ എന്താണ് പ്രശ്നം? ഇപ്പൊ എനിക്കിത് സാധിക്കുന്നില്ലല്ലോ. മുന്നേ നന്നായിട്ട് നമ്മൾ അത് യൂസ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു ബ്ലാക്ക് മാജിക്കിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ സ്ത്രീകൾ പലപ്പോഴും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ എനിക്കത് സാധിക്കുന്നില്ല. എന്നാൽ തിരിച്ചറിയേണ്ടത് ഇത്ര മാത്രം, അത് പഠിച്ചത് ഞാൻ വിപാസന മെഡിറ്റേഷനിലൂടെയാണ്. വിപാസന മെഡിറ്റേഷൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 10 ദിവസം മൊബൈലോ ഒന്നും യൂസ് ചെയ്യാതെ, സംസാരിക്കാതെ, പരസ്പരം നോക്കുക പോലും ചെയ്യാതെ തല താഴ്ത്തി 10 ദിവസം സൈലന്റ് ആയി ആ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു. ആ 10 ദിവസം എൻ്റെ ജീവിതത്തെ മാറ്റിയ ഒരു അവസ്ഥയാണ്. ഒരു മിനിറ്റ്, ഞാൻ വേണമെങ്കിൽ ഡോർ തുറക്കാം, പുറത്ത് ഇൻവെർട്ടറിന് ലൈറ്റ് വരുന്നുണ്ട്, ഞാനൊന്ന് യൂസ് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോഴും ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ ബ്ലാക്ക് മാജിക് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഈ ബ്ലാക്ക് മാജിക്കിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ വാക്കുകളാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഈ പലപ്പോഴും സ്ത്രീകൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് എന്നെ കൊണ്ട് സാധിക്കണമെങ്കിൽ മുന്നേ എനിക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല, പക്ഷെ തിരിച്ചറിയേണ്ടത് ഇപ്പോഴാണ്. ഈ നിമിഷം ഇപ്പോ ഞാൻ അനുഭവിക്കുന്നത് ഇന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിലൂടെ എനിക്ക് പോകാനുള്ള കരുത്തും, കണ്ടോ, കരുത്ത് വന്നപ്പോ കരണ്ട് വന്നുവല്ലോ. അതാണ് ആ വാക്കിന്റെ പ്രത്യേകത. നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ആ കരുത്ത്, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറണം ഇന്നത്തെ ദിവസം. അപ്പൊ വാക്കുകളുടെ കരുത്താണ് അത്. ഈശ്വരൻ കാണിച്ചു തന്ന ഒരു വെളിച്ചം തന്നെയാണ് ഇപ്പോ. ആ വാക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാറുമെന്നാണ് പറയുന്നത്. കാരണം അത്രയും വളക്കൂറുള്ള ഒരു മനസ്സാണ് നമുക്കുള്ളത്. മനസ്സാണ് തന്നിട്ടാണ് ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് നമ്മെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഉപയോഗിക്കുന്ന വാക്ക്, പവർഫുൾ ടൂൾ എങ്ങനെയാണോ അതാണ് നമ്മുടെ ജീവിതത്തെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ ഇത് ഇങ്ങനെയാണ്, അതാണ് ആദ്യം പറയേണ്ടത്. എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ ഈ നിമിഷം എന്ന് പറയുന്നതിന് പകരം, ഈ നിമിഷം ഞാൻ കടന്നു പോകുന്നത് ഇന്ന അവസ്ഥയിലൂടെയാണ്. ഇത് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു പെയിൻ ആയിക്കോട്ടെ, അതൊരു ശാരീരിക ബുദ്ധിമുട്ടായിക്കോട്ടെ, ഏതെങ്കിലും സിറ്റുവേഷൻ ആയിക്കോട്ടെ, പറയേണ്ടത് ഇത്ര മാത്രം: ഇത് ഈ സമയത്ത് എന്നിൽ വന്നു ചേരേണ്ടതാണ്, അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയെ പൂർണ്ണമായും ഞാൻ സ്വീകരിക്കുന്നു. ഇവിടുത്തെ ബ്ലാക്ക് മാജിക്കിന് സ്ഥാനമില്ല. അവിടെ ഒരു പവർഫുൾ ടൂളായിട്ട് ഏറ്റവും നല്ല വെളിച്ചമുള്ള വാക്കുകളാക്കി നമുക്ക് മാറ്റാം. ആ മാറ്റുന്ന സമയത്ത്, കാരണം ഇത് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള ശക്തിയും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിന് ഒരു മാനസിക ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യാനുള്ള ശക്തി തന്നതുകൊണ്ടാണ് ആ തരത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. പക്ഷെ അതിലൂടെ കടന്നു പോകാൻ എന്നെ കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ബി ഇംപെക്കബിൾ വിത്ത് യുവർ വേർഡ് എന്ന് പറയുമ്പോൾ വാക്കുകൾ കുറ്റമറ്റതാക്കുക. ഇംപെക്കബിൾ, IMPECCABLE, ഇതൊരു എഗ്രിമെന്റ് ആണ് കേട്ടോ. ഇത് നമ്മളുമായിട്ട് നമ്മൾ എഴുതി ചേർക്കേണ്ട ഒരു എഗ്രിമെന്റ് ആണ്. അതായത് അഫർമേഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ഐ ആം ഇംപെക്കബിൾ വിത്ത് മൈ വേർഡ്. ഇതൊരു അഫർമേഷൻ ആയിട്ട് സൈക്കോളജിയിൽ പറയുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റ് ഇന്ന് നിങ്ങൾ ഒരു മുദ്രപത്രത്തിൽ എഴുതി ഒട്ടിക്കണം, അല്ലെങ്കിൽ എഴുതി ചേർക്കണം. നിങ്ങൾ ഒരു കടലാസിൽ എഴുതി നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒട്ടിച്ചു വെക്കാവുന്നതാണ്. ഐ ആം ഇംപെക്കബിൾ വിത്ത് മൈ വേർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ കുറ്റമറ്റ രീതിയിൽ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നതിനുള്ള റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. മറ്റുള്ളവരോട് പറയുമ്പോൾ, ഇവിടെ നോക്കൂ, മേരി ഒരു വാക്ക് ഉപയോഗിച്ചപ്പോ മേരിക്ക് അത് ബ്ലാക്ക് മാജിക് ആയിട്ട് മാറി. നല്ലൊരു പവർഫുൾ ടൂളായിട്ട് ഒരുപാട് മാജിക്കുകൾ ഉണ്ടാക്കാമായിരുന്നു. മേരിക്ക് പറയാമായിരുന്നു: ടുഡേ മൈ ബോഡി ഈസ് നോട്ട് ഫീലിംഗ് വെൽ എന്നാണ് പറയേണ്ടത്. എനിക്ക് തലവേദന എടുക്കുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറയരുത്. എന്റെ ബോഡി, എന്റെ ശരീരം ഇപ്പോ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു, സോ ഐ നീഡ് റെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജെല്ലിക്ക് അത് ഭംഗിയായി മനസ്സിലാവുമായിരുന്നു. കാരണം അമ്മ ഇപ്പൊ കടന്നു പോകുന്ന അവസ്ഥ ഇതാണ്. ജെല്ലി എങ്ങനെയാണ് ഈ വാക്കിനെ ബ്ലാക്ക് മാജിക് ആയിട്ട് യൂസ് ചെയ്തത്?
ഐ ആം നോട്ട് ഗുഡ് ഇൻ സോങ്, ഐ കനോട്ട് സിംഗ് വെൽ എന്ന് ജെല്ലി അത് ഉള്ളിലേക്ക് എടുത്തു. കണ്ടോ? അത് ഉള്ളിലേക്ക് എടുത്ത സമയത്ത് ജെല്ലി എന്ത് ചെയ്തു? പിന്നീട് തന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോയി. ഞാൻ കൊള്ളില്ല, ഞാൻ മോശമാണ്, ഞാൻ ഇതിന് പിൻവാങ്ങുകയാണ് എന്ന് സ്വയം ആ മാജിക്കിനെ അല്ലെങ്കിൽ ആ വേർഡിനെ ഉപയോഗിച്ചു എന്നർത്ഥം. മറ്റുള്ളവർ നമ്മളോട് അത്തരത്തിൽ പല വാക്കുകളും പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഒരാൾ പറയുകയാണ്, ഇന്ന് വളരെ മോശമായിരുന്നു കേട്ടോ, നിങ്ങളുടെ ക്ലാസ് വളരെ മോശമായിരുന്നു. ഇറ്റ്സ് ഓക്കെ, സോ റിസീവ് ദാറ്റ്, ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ ഇപ്പൊ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ശരിയായില്ല. ആ ബ്ലാക്ക് മാജിക് ആയിട്ട് നമ്മളിലേക്ക് വരുന്ന വാക്കിനെ ഒരു ഷീൽഡ് ഉപയോഗിച്ച് പിടിച്ചു നിർത്തുക എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? കാരണം അത് എനിക്കൊരു സൈൻ ആണെന്ന് തിരിച്ചറിയും. മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക, ഇല്ലെങ്കിൽ ആ വാക്കിനെ പൂർണ്ണമായി തുടച്ച് മാറ്റിക്കളയുക. ആ ബ്ലാക്ക് മാജിക്കിനെ സ്വന്തം മനസ്സിലേക്ക് വീണ്ടും ഒരു വിത്തായി നിങ്ങൾ അവിടെ പാകപ്പെടുത്താൻ ഉപയോഗിക്കാതിരിക്കുക, അതിനെ അങ്ങ് കളഞ്ഞേക്കുക. ഈ ബ്ലാക്ക് മാജിക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ വേർഡ്, വാക്കെന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾസ് ആണ്. അത് നാം യൂസ് ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് യൂസ് ചെയ്യുമ്പോഴും എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഒരു വാക്ക് പറയുന്നതിന്റെ മുന്നേ ഞാൻ മുന്നേ ക്ലാസ്സിൽ പറയുന്നതിന് ഒരു സീക്രട്ട് പോസ്, പരിശുദ്ധമായ ഒരു നിർത്ത് ഉപയോഗിക്കുക. ഞാൻ മറ്റുള്ളവരോട് പറയുന്നതിന് മുന്നേ, നിങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്തായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും, ദേഷ്യത്തിലായിരിക്കും. ആ ബെൽ, ലെറ്റ് ദ റിംഗ് ബെൽസ് എന്ന് ഡെയിൽ കാർനെഗി പറഞ്ഞതുപോലെ ആ ബെല്ലവിടെ അടിച്ചോട്ടെന്നേ. നമുക്കൊന്ന് ശാന്തമായിട്ട് നമ്മുടെ വാക്ക് അതൊരു നല്ലൊരു അനുഗ്രഹമായി മാറുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ഫോൺ കോൾ എടുക്കുക. എന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്കും ആ വാക്കിനെ ഏറ്റവും നല്ല രീതിയിൽ ഉള്ളിലേക്ക് എടുക്കാനും മറ്റുള്ളവർക്ക് അതൊരു അനുഗ്രഹമായി മാറാനും കഴിയും. ഒരുപക്ഷെ ഈ ബ്ലാക്ക് മാജിക് കറണ്ട് പോയ സമയത്ത് തിരിച്ചറിയേണ്ടത് അങ്ങനെയാണെന്ന് ഈശ്വരൻ കണ്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ബ്ലാക്കിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. പക്ഷെ തിരിച്ച് കൃത്യമായിട്ട് അതൊരു വെളിച്ചമാണെന്ന് പറഞ്ഞപ്പോ ഒരു മാജിക് പോലെ കറണ്ട് വന്നത് കണ്ടോ? ഇതാണ് ബ്ലാക്ക് മാജിക്കിന്റെ ഗുണം. ഇവിടെ ഈ ടോപ്പിക്ക് ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞത് പോലും ഈശ്വരന്റെ ഒരു കരസ്പർശം അവിടെ വന്നതുകൊണ്ടാണ്. അപ്പൊ ഓർക്കുക, നമ്മുടെ വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് പാകം ചെയ്യാൻ, നമുക്ക് പതിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ വളർത്തിയെടുക്കാനുള്ള വാക്കുകളായിട്ട് മാറണം. നമ്മളിലേക്കും മറ്റുള്ളവരിലേക്കും അതൊരു നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ഹ്യൂമൻ മൈൻഡിലേക്ക് പാകാൻ പറ്റിയ നല്ല ഫലഭൂയിഷ്ഠമായ വിത്തുകളായി നമ്മുടെ വാക്കുകളെ നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ഒരു ബ്ലാക്ക് മാജിക്കിലേക്ക് അത് പോകും. അത്തരം ഒരു ബ്ലാക്ക് മാജിക്കിൽ പോകാതിരിക്കാൻ നമുക്ക് ഇത്തിരി, ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കും, കാരണം സ്ഥിരമായി മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് അതിന് സാധിക്കും. അവിടെ ഉപയോഗിക്കേണ്ടത് ഇത്ര മാത്രം, ഒരു സീക്രട്ട് പോസ്, പരിശുദ്ധമായ ഒരു നിർത്ത്. എന്ത് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് സ്റ്റോപ്പ്, എന്നിട്ട് ചിന്തിക്കുക, ഞാൻ പറയാൻ പോകുന്ന വാക്ക് അത് ഫിൽട്ടർ ചെയ്തിട്ടാവണം പുറത്തേക്ക് പോകേണ്ടത്. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമെങ്കിലും പിന്നീട് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ വെളിച്ചം കാണാനാകും. ഇന്നത്തെ മാജിക് പോലെ ഈ പവർഫുൾ ടൂൾ എല്ലാവർക്കും വളരെ കരുത്തോടു കൂടി വെളിച്ചത്തോടു കൂടി ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഇന്നത്തെ മിറാക്കിൾ സൂപ്പർ ആയിരുന്നു അല്ലേ? അതെ അതെ, താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, മാമിന്റെ വാക്കുകളുടെ ശക്തി അതുപോലെ തന്നെ നമ്മുടെ കറണ്ടിന്റെ കാര്യം മാം പറഞ്ഞ പോലെ തന്നെ കരുത്തോടെ എന്ന് പറഞ്ഞ അറ്റ് എ ടൈം തന്നെ നമുക്ക് കറണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. നമുക്ക് സുലൈഹ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാം മാജിക് മോർണിംഗ്. ശരിക്കും അത് പറയാനിരിക്കുകയായിരുന്നു. ഏത് ആ കറണ്ട് പോയപ്പോ ശരിക്കും ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചായിരുന്നല്ലോ മാം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അത് മാമിന് സപ്പോർട്ടായി പ്രകൃതി നിന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് പോസിറ്റീവ് പറയുമ്പോഴത്തേക്ക് തിരിച്ചു വന്നു. അത് തന്നെ നമുക്ക് ഉദാഹരണമാണ്, വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിലും. ശരിക്കും ആ കഥയിലൂടെ പറഞ്ഞപ്പോ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അറിയാമെങ്കിലും മക്കളടുത്തൊക്കെ ചിലപ്പോൾ നമ്മൾ വേറെ കാര്യത്തിന് തിരക്കിലാവും. ആ സമയത്ത് മക്കൾ വരുമ്പോ നമ്മൾ അവരെ ഒഴിവാക്കാനാ നോക്കുന്നേ. അപ്പൊ ശരിക്കും കാര്യം പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കിയാൽ മതി എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. അതുപോലെ പിന്നെ വാക്കുകൾ
ഞാൻ മാക്സിമം അത് ശ്രദ്ധിക്കാറുണ്ട്. ഇത് നമ്മളെ വീട്ടിലുള്ളവരുടെ അടുത്താണ് നമ്മളെ കറക്റ്റ് എന്തെങ്കിലും കാണിക്കുക. പക്ഷെ പുറത്തുള്ളവരുടെ അടുത്ത് ഞാൻ പറയുന്ന എന്തെങ്കിലും വാക്ക് അവർക്ക് ഹേർട്ട് ആവരുത്. മെസ്സേജ് അയക്കുമ്പോൾ പോലും അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ശരിക്കും നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട. പിന്നെ വരൂലോ പുറത്തുനിന്നുള്ള ആ നെഗറ്റീവ്സ് വരുമ്പോ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നും കൂടി മാം പറഞ്ഞു തന്നപ്പോ കറക്റ്റ് അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും നമ്മുടെ ജീവിതത്തിൽ അത് ഭാഗമാക്കണം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വെൽക്കം. സുലേഖാബി വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അപ്പൊ സുലേഖാബി പറഞ്ഞ മറ്റൊരു കാര്യം ശരിയാണ്. നമ്മുടെ വീട്ടിലുള്ളവരോടൊക്കെ നമ്മൾ ഒരുപാട് ബ്ലാക്ക് മാജിക് നമ്മൾ ഉപയോഗിക്കും. ഇത് പുറത്ത് നമ്മൾ വളരെ ഭംഗിയായി സംസാരിക്കുകയും ചെയ്യും. പക്ഷെ ഓർക്കുക, ഈ വീട്ടിലാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ വാക്കുകളെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കേണ്ടത്. കാരണം പുറത്തെത്തുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ, പുറത്ത് വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ആ മാസ്ക് എടുത്ത് മാറ്റി ഒരേപോലെ ആകാനുള്ള ശ്രമം നടത്തുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സുലൈഹ മാം. ഓക്കെ, നെക്സ്റ്റ് ആരാ ഹാൻഡ് റൈസ് ചെയ്യുന്നത്? പ്രവീണ മാം, ഗുഡ് മോർണിംഗ്. വീട്ടിലാണ് നമ്മള് മാതൃക ആവേണ്ടത്. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ചു. അപ്പൊ ഒരു വേസ്റ്റ് കൊട്ടയൊക്കെ വാങ്ങിക്കൊടുന്നു. അപ്പൊ മക്കളോട് ഞാൻ പറഞ്ഞു, കാരണം കുട്ടിക്ക് ഇപ്പൊ ഒരു വയസ്സ് 1 മാസം കഴിഞ്ഞു. ഒരു മിഠായി തിന്നാൽ പോലും എല്ലാവരും ഈ കടലാസ് ഇതിൽ കൊടുന്നിടണം. എന്ത് കാര്യങ്ങൾ പേപ്പറുകളും എന്ത് ബാലൻസ് ആയിരുന്ന സാധനങ്ങൾ അതിൽ ഇടണം എന്ന് പറഞ്ഞു ഞാൻ. കാരണം ഇത് കാണുമ്പോ നമ്മളെ കുഞ്ഞിന് മനസ്സിലാവും, ഈ സംഭവം ഇതിലാണ് കൊണ്ടുവന്നിടേണ്ടത്. നമ്മൾ കഴിക്കുന്നതായാലും എന്തായാലും ആ വേസ്റ്റ് വരുന്ന പേപ്പറുകൾ ഇതിൽ കൊണ്ടുവന്ന് ഇടണം എന്ന് ആ കുട്ടിക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വീട്ടില് ഇപ്പോഴേ ചെയ്ത്. കാരണം നമ്മൾ ചെയ്യില്ല എന്നല്ല, നമ്മൾ പുറത്തൊരു അതിനായിട്ട് നമ്മൾ 2 പാത്രം വെച്ചിട്ടുണ്ട്. ഒരു ചാക്കും 2 ചാക്ക് വെച്ചിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് വരുന്നതും പേപ്പർ വരുന്നതും രണ്ടിൽ നിക്ഷേപിക്കണം എന്നിട്ട് കൊണ്ടു വെച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടി പുറത്തേക്ക് ഇറങ്ങണേ കുറച്ചും കൂടി സമയം എടുക്കുമല്ലോ. അപ്പൊ നമ്മൾ അകത്തുനിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും വെച്ച് ചെയ്ത് തുടങ്ങുമ്പം അത് ആ കുഞ്ഞു മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു അട്രാക്റ്റീവ് ആണ്. കാരണം അംഗൻവാടികളിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യണത്. അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡിന്റെ പെട്ടി വെച്ചിട്ടുണ്ട്. കളിക്കുന്ന സാധനങ്ങൾ കളി കഴിഞ്ഞ് അതിൽ കൊണ്ടുവന്ന് ഇടണം. അപ്പൊ എന്താണ്, ആ ഒരു കുഞ്ഞു മനസ്സിലേക്ക് നമ്മളെല്ലാം സൂക്ഷിച്ച് വെക്കുന്ന ആൾക്കാരായിരിക്കണം നമ്മൾ. അപ്പൊ ആ കുട്ടികൾ പഠിക്കുന്ന സമയത്തേക്ക് വരുമ്പോഴും അവനവന്റെ ബുക്കും സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പഠിക്കും. അതിന് നമ്മൾ ചെറുപ്പത്തിലെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെല്ലതും ശീലിപ്പിച്ചെടുക്കണം. നല്ലൊരു കഥയായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. വീടുകളിലാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണ്ടേ, മാതൃകയാവേണ്ടത്. അപ്പൊ മാത്രമല്ല നമുക്ക് പുറത്തിറങ്ങുമ്പോഴും നമ്മളെ വീട്ടിൽ നമ്മൾ വേറൊരു രീതിയിൽ പെരുമാറിയിട്ട് പുറത്തിറങ്ങിയിട്ട് അതിൽ കാര്യമില്ല. കാരണം അപ്പൊ എന്താ വിചാരിക്കോ, വീട്ടില് എന്താ അത് സാധനം, ഇവിടെ പുറത്തിറങ്ങുമ്പോ എല്ലാരും മുന്നിലും അത് ഭയങ്കര അഭിനയാട്ടാന്ന് പറയും. അപ്പൊ അതിനുള്ള ഇടവരുത്താതെ എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ മാതൃകയാവാൻ ശ്രമിക്കുക. ഞാൻ ഇനി എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സിന്ധു മാം, താങ്ക് യു. താങ്ക് യു മാം. മാഡം ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ബാബു ആണ്, ബാബു ഫ്രം എറണാകുളം. വളരെ വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന വാക്കുകളുടെ പ്രയോഗം അല്ലേ, അതാണ് നമ്മൾക്ക് ഓരോ വീട്ടിലാകട്ടെ നാട്ടിലാകട്ടെ പ്രവൃത്തി എവിടെയാണോ നമ്മൾ ഇടപെടുന്നത് അവിടെ നമ്മൾ കൃത്യതയോടെ, ഈ മാഡം രാവിലെ തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, നമ്മളുടെ ആ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഒരുപക്ഷെ പോവാവുന്നതാണ് ഈ വാക്കുകൾ ശ്രദ്ധിച്ചുള്ള ഉപയോഗം, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട്. കാരണം എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് മെന്റാലിറ്റി തോട്ട്സ് ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മൾക്കും നമ്മളെ ഇടപെടുന്നവർക്കും അത് എനർജറ്റിക് ആകും എന്നുള്ള ഒരു വണ്ടർഫുൾ മാജിക് ആയിട്ടുള്ള ഒരു വേർഡ്സ് ആണ്, ഒരു ക്ലാസ് ആണെന്ന് കിട്ടിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്ക് യു മാം, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ബാബു സാർ. ശരി, ബാബു സാർ എടുത്തു പറഞ്ഞു, നമ്മൾ രാവിലെ പലപ്പോഴും ലേറ്റ് ആകുമ്പോൾ എഴുന്നേൽക്കും, 5 മണിക്ക് എഴുന്നേൽക്കുന്ന 6 മണിയാകുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്നത്തെ ദിവസം തീർന്നു, കാരണം 1 മണിക്കൂർ നഷ്ടപ്പെട്ടു. അപ്പൊ ഒരു പക്ഷേ അത് അപ്പത്തെ സമയത്ത് ഓക്കെ 6 മണിക്കാണെങ്കിൽ ഓക്കെ 6 മണിയായി, ഓക്കെ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കും, ഉറപ്പാണ്. പോസിറ്റീവ് ആക്കുക. പ്രസന്റിനെ നമ്മൾക്ക് പ്രസന്റിൽ തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാം. പാസ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മൾ ഇപ്പോൾ ഇരിക്കുക, ഇപ്പോൾ അതിന് തീരുമാനം എടുക്കുക, അതിലേ മുന്നോട്ട് പോകാം. ഓക്കെ മാം, താങ്ക് യു.
താങ്ക് യു ബാബു സർ. റസാഖ് സർ. ഓക്കെ, താങ്ക് യു പ്രവീണ മാം. ഞാൻ 1400 ദിവസം പിന്നിട്ടാണ് ബിമാജിക്ക്. 1400 ദിവസത്തെ മെഡിറ്റേഷൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയാണ്. എന്താ ഇപ്പൊ ഇതിന്റെ ഒരു പൊസിഷൻ? 1400 ദിവസത്തെ മെഡിറ്റേഷൻ, നിരന്തരമായ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ചർച്ചകള്, ക്ലാസ്സുകള്, ഈ പ്രവീണ മാം അതുപോലെ തന്നെ വൈഷ്ണവ് സാർ പോലുള്ള നല്ല ബിമാജിക്കിന്റെ കരുത്തരായ പുലിക്കുട്ടികളുടെ ക്ലാസ്സുകൾ, ഇതിലുള്ള വ്യക്തികളൊക്കെ ഒരു റേഞ്ച് എത്രയായിരിക്കും? അതാ ഞാൻ ചിന്തിക്കണ്ടേ. ഇപ്പൊ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് വിചാരിച്ചെന്താ ഈ പ്രവീണമ്മ മെഡിറ്റേഷൻ ചെയ്ത് ഇപ്പൊ ബ്ലാക്ക് മാജിക് ആയിട്ട് ഇറങ്ങിയാന്ന് വിചാരിച്ചു. എല്ലാരും ഇപ്പൊ ബ്ലാക്ക് മാജിക്കിൽ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ലെവലിലേക്കായിട്ട് വന്നാന്ന് വിചാരിച്ചു പെട്ടെന്ന്. എന്തായാലും പ്രപഞ്ചം നിങ്ങളെ കൂടെ ഉണ്ട്. കാരണം ഓരോ വാക്കിനനുസരിച്ചും ഈ പ്രകൃതിയുടെ ചേഞ്ചിങ് വരുന്നു. പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി പലതും നമുക്ക് തരും. അത് ഭയങ്കര സംഭവം. നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിച്ച് നോക്കിയാൽ മതി. വെറുതെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച്, ആ കിളികൾക്ക് കുറച്ച് വെള്ളം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത് ഒന്ന് അവരിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്ക് ലഭിക്കുന്നത് ഭയങ്കര സംഭവമാണ്. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അറിയാം. ഒന്ന് നോക്കിയാൽ മതി, ഒരു കൊല്ലം നോക്കിയാൽ മതി, ഒറ്റ വർഷം അത് ചെയ്താൽ മതി. ഇപ്പൊ നമ്മളൊക്കെ എല്ലാ വർഷവും നമ്മളിത് പറയാറുണ്ട്. പക്ഷെ പലരും അത് ജീവിതത്തിൽ പകർത്തിയവർക്കറിയാം ഇതിന്റെ നേട്ടം എത്രയാണെന്ന്. ഭയങ്കര നേട്ടമാണ്. നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലഭിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അറിവുകളും തന്നെ. നമ്മൾ മൈൻഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ 4th പഠിക്കുന്നുണ്ട്, 4ാമത്തെ ഒരു മൈൻഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത് ഭയങ്കര സംഭവമാണ്. 4ാമത്തെ മൈൻഡിന് ഒരു വല്ലാത്ത സംഭവത്തിലാണ് നമ്മളെ മൈൻഡിലേക്ക് അത് കടന്നു വരുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു വാക്ക് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇപ്പോ നീ കാരണം എനിക്ക് തലവേദന വന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ, പിന്നെ ഞാൻ കാരണമല്ല, ഇപ്പൊ നിങ്ങളെ തലയിൽ വേദന എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ വേറെന്തൊക്കെ, അയ്യോ ഞാൻ കാരണം തലവേദന വന്നോ, അങ്ങനെ ചിന്തിക്കാം. അപ്പൊ എങ്ങനെ ചിന്തിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആ സാധനം വേണം. എന്നാലേ നമ്മൾ തീരുമാനിക്കുള്ളൂ. നമ്മുടെ മൈൻഡിൽ ആ സാധനം വേണം. അപ്പൊ എന്താണ് നമ്മളെ മൈൻഡിൽ ഉള്ളത്, അത് മാത്രമേ നമ്മളിൽ നിന്ന് വായിലൂടെ ആയാലും പ്രവൃത്തിയിലായാലും പുറത്തു വരുള്ളൂ. എന്താണ് അവന്റെ ഉള്ളിലുള്ളത് അത് മാത്രമേ പുറത്തു വരുള്ളൂ, വേറൊന്നും വരില്ല. ഇവിടെ ഈ ഒരു തിയറി നമ്മൾ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കും വേണം. കാരണം നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആളെന്ത് ചെയ്യും, സ്കാൻ ചെയ്താവും. പെട്ടെന്ന് ആളെ സ്കാൻ ചെയ്യും. കാരണം റസാക്കെ നീ മോശമാണ് എന്ന് പറയണ താമസം ഉണ്ടാവുള്ളൂ. ആളെന്ത് ചെയ്തിട്ടുണ്ടാവും, ഓ ഇയാളെടുത്ത് ഫുള്ള് നെഗറ്റീവാണ്, ഇനി ഇവിടെ നിൽക്കണ്ട, ഗുഡ് ബൈ, നമ്മൾ പോയിട്ടുണ്ടാവും അല്ലേ? കാരണം അയാളുടെ ഉള്ളിലുള്ള ആളെ പുറത്ത് എത്തുന്നത്. അപ്പൊ ഇത് നമ്മളെ വീട്ടിലേക്ക് അത് ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ പലതും പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ലീവ് ഇറ്റ് ഈസ്, അതിനെ പൊരുത്തപ്പെട്ട് കൊടുക്കുക, നമ്മൾ ക്ഷമിക്കുക എന്നല്ലാതെ ഈ ഒരു ബേസിൽ കാണും ചെയ്യരുത്. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു ലെവലില് പ്രവീണ മാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രവീണ മാമിന്റെ ക്ലാസ്സിന് മാത്രമെങ്കിലും പങ്കെടുക്കാൻ ഇപ്പൊ പറ്റുന്നത്. താങ്ക് യു. വെൽക്കം സർ. താങ്ക് യു. ഹായ് മാം. ഹായ് മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കൊച്ചിലെ ഞങ്ങളുടെ പല കഴിവുകളും വികസിക്കാതെ പോയത് ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടാവണം. കാരണം എന്ത് ചെയ്താലും നീ ചെയ്യുന്നത് ശരിയാവില്ല, മാറി നിൽക്ക്, ഇങ്ങനെ ഒരു പറച്ചിൽ കൂടുതലും അധ്യാപകരുടെ ഇടയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. കാരണം എന്തിനു പോയാലും അവർ നമ്മെ മാറ്റി നിർത്തുന്നു. പക്ഷെ ഈ ക്ലാസ് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. കാരണം കൊച്ചുമക്കൾ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ അറിയാതെ പറയാറുണ്ട്, അവരെ ഇത് ഇനി എനിക്ക് വളരെ ശ്രദ്ധിച്ച ഓരോ വാക്കുകളും കുഞ്ഞുങ്ങൾക്ക് അതെങ്ങനെ അവരെ നന്നാക്കി കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഇങ്ങനെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം തന്നത്. താങ്ക് യു വെരി മച്ച്. നമുക്ക് മാറാൻ പറ്റുമല്ലോ, മറ്റുള്ളവരെ നമുക്ക് മാറാം. പക്ഷെ ഈ ക്ലാസ്സിൽ കുറെ നേരത്തെ കിട്ടാനുള്ളതായിരുന്നു എന്ന് തോന്നുന്നു. എന്നാലും ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ. താങ്ക് യു ഗോഡ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. മേഘമാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ക്ലാസ് വളരെ മുമ്പേ കിട്ടേണ്ടതായിരുന്നു എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള സമയം. അതായത് ലൂയി ഹേ പറഞ്ഞിട്ടുണ്ട്, ഐ ആം ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഡൂയിങ് ദ റൈറ്റ് തിങ് എന്ന് പറയും.
ഇപ്പോ ആണ് ഇതിന്റെ കറക്റ്റ് സമയം. ഞാൻ ചെയ്യുന്നത് കൃത്യസമയത്താണ്, ഞാൻ ഇരിക്കുന്നത് കൃത്യമായി ഇരിക്കേണ്ട ഇടത്താണെന്ന് പറയുമ്പോൾ നമ്മൾ എത്തേണ്ടടുത്ത് നമ്മൾ കൃത്യസമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ അവിടെ എത്തും. ഇപ്പോഴാണ് എനിക്ക് ഇത് കിട്ടേണ്ടത്, അപ്പോ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് ഇത് ഞാൻ ഇപ്പം മുതലാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച് കഴിയുമ്പോഴേ നമുക്കതിന്റെ ഒരു മുഴുവൻ എസൻസ് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കും ഇത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പണ്ട് ഇങ്ങനെ എന്തൊക്കെ കഴിവുള്ള വ്യക്തിയായിരുന്നു, അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ. ഇതാണ് പിന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും ഉണ്ട് എനിക്ക് ജീവിക്കാൻ മുന്നോട്ട് വർഷങ്ങൾ, എനിക്ക് ചെയ്യാൻ, എനിക്ക് നേടിയെടുക്കാൻ എപ്പോഴും ഉണ്ട്. കാരണം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് പ്രായമായിട്ടും ഒരുപാട് ഏജ്ഡ് ആയിട്ടും എന്തെല്ലാം നേടിയ വ്യക്തികളാണ്. ഇതും പറയുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാണ്. ഒരു മകൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഈ ഒരു പ്രായത്തിൽ എനിക്ക് തരാനുള്ള ഉപദേശം എന്താണ്? അപ്പൊ അച്ഛൻ പറയുന്നത് ഇത്ര മാത്രമാണ്, മേക്ക് മിസ്റ്റേക്സ് ബട്ട് നെവർ റിഗ്രറ്റ്. അത് ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കും. തെറ്റുകൾ നീ ചെയ്തോളൂ, പക്ഷെ അതിനെ കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ഉണ്ടാവരുത്, പശ്ചാത്താപം തോന്നരുത്. അത് പറ്റി, എന്ത് പഠിക്കാനുണ്ട് പഠിക്കുക, അതിന്റെ കർമ്മ എന്താണെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാർ, എന്നാലും ഞാൻ മുന്നോട്ട്. അതാണ് അച്ഛൻ കൊടുത്ത വാക്ക്. കാരണം ഈ റിഗ്രറ്റ് അപ്പോഴല്ല വരിക, ഒരുപാട് കാലം കഴിയുമ്പോൾ നമ്മൾ ഇത് ഓർത്തോർത്ത് വിഷമിക്കുന്ന ഒരു കാലഘട്ടം വരും, കുറച്ച് ഏജ്ഡ് ഒക്കെ ആകുമ്പോൾ. അപ്പൊ അത്തരം റിഗ്രറ്റ് നിനക്ക് എന്നെ പോലെ തോന്നാതിരിക്കട്ടെ, മിസ്റ്റേക്കുകൾ ആവാം എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ടൈം. അത് നമുക്ക് ഇന്ന് പ്രകൃതി കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ അറിവ് ഇവിടുന്ന് അങ്ങോട്ട് എന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ എനിക്ക് ഏറെ സഹായകരമാണ്. താങ്ക് യു പ്രവീണ മാം. ഷാജി സർ. പ്രവീണ മാഡം, ഗുഡ് മോർണിംഗ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ മക്കളോടോ അമ്മയോടൊക്കെ നമ്മൾ ജസ്റ്റ് നമ്മൾ വലിയ തിരക്കായിരിക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കും എന്ന് പറയും. അപ്പോൾ അവര് വളരെയധികം അതിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് കറക്റ്റാണ്. അത് നമുക്കായാലും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഓരോ മാഡം പറഞ്ഞ പോലെ നമ്മൾ ഏത് ഫീൽഡിലാണോ ഇരിക്കുന്നത് അത് നോക്കാതെ ഒരു മിനിറ്റ്, ഒരു കോള് വരുമ്പോഴോ ഒരാളോട് ഒരു മിനിറ്റ് സ്റ്റോപ്പ് ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമുക്കത് നല്ലൊരു ഒന്ന് നമ്മളെ തന്നെ വിലയിരുത്തിയിട്ട് ഞാൻ പഴയ ആളാണ്, നല്ല മൂഡിലാണെന്ന് തോന്നിയിട്ടാണ് വേണം അവരോട് സംസാരിക്കുക. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, വളരെ നല്ലൊരു പോയിന്റ് ആണ്. എല്ലാവരെയും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ സിന്ധു മാഡം പറഞ്ഞു നമ്മുടെ മക്കളെയൊക്കെ ആ രീതിയിൽ നല്ല വേർഡ്സുകൾ മാത്രം പറഞ്ഞ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ആ ഒരു ബ്ലാക്ക് വരാതെ ശ്രദ്ധിക്കുക. വളരെ നല്ലൊരു പോയിന്റ് ആണ്. മാഡത്തിന്റെ എല്ലാ ക്ലാസ്സുകളും എന്തെങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ല. വളരെ താങ്ക്സ്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പറയാനുള്ളത്, നമുക്ക് ഇന്നലെ നമ്മുടെ ടീം പിരിച്ചു വിട്ടു. നമ്മുടെ ലീഡേഴ്സിനൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടിയില്ല. നല്ല ഞാൻ അമിഗോസ്, ഞങ്ങളുടെ ലീഡർ വളരെ നന്നായിട്ട് ഞങ്ങളെന്നെ കെയർ ചെയ്തിരുന്നു. സുലേഖ മാം, അത് പറയാൻ പറ്റിയില്ല, നമ്മുടെ ഗ്രൂപ്പിൽ പറയാൻ പറ്റിയിട്ടില്ല. കാരണം ഓരോരുത്തർക്കും പേഴ്സണലായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുവന്നിരുന്ന ഒരു ലേഡിയാണ്. ഞങ്ങൾക്ക് ലീഡർഷിപ്പ് നഷ്ടപ്പെട്ടത്. സിന്ധു മാഡം വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അതേ ഒരു എനർജി കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാതെ ഒരു സബ് ലീഡറായിട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് ഞങ്ങളതിനൊക്കെ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്തിട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മനസ്സിലായോ? അപ്പോഴാണ് ഞങ്ങളതിനൊക്കെ ഒന്ന് പരിചയപ്പെടാൻ, എങ്ങനെയാണ് ഞങ്ങളതിനെ കെയർ ചെയ്തതെന്നൊക്കെ. വളരെ നമുക്കൊക്കെ ഒരു മടി തോന്നുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണം തോന്നുമ്പോഴൊക്കെ ഞങ്ങളെ വിളിച്ച് നല്ല രീതിയിൽ ഇതിലേക്ക് വീണ്ടും കൊണ്ടുവന്നിരുന്ന ഒരു മേഡാണ്. അവർ വളരെയധികം താങ്ക്സ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് ഇനിയും തുടർന്ന് തന്നെയാണ് ആഗ്രഹം. നമ്മുടെ ബി മാജിക്കിനോടും നമ്മുടെ ആ ഗ്രൂപ്പിനോടും ഒക്കെ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ ഷാജി സർ, നമ്മള് സബ് ഗ്രൂപ്പുകളെ പിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഒരു സബ് ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങരുത്, നമ്മൾ ആ ഗ്രൂപ്പ് മൊത്തം എല്ലാവരും തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് നമ്മൾ ഗ്രൂപ്പ് മാറ്റുന്നതും. ഇപ്പോൾ സുലേഖ മാം, സിന്ധു മാം എല്ലാവരും സബ് ഗ്രൂപ്പിൽ മാത്രമല്ല എല്ലാവരായിട്ടും കണക്ട് ആവുക, എല്ലാവരായിട്ടും റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സബ് ഗ്രൂപ്പ് ഇടയ്ക്കൊന്ന് ചേഞ്ച് ആവുന്നത് കേട്ടോ. ഒരു കാര്യം,
ഓക്കെ പറഞ്ഞോളൂ. ഇന്നലെ നമുക്ക് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു പരമാവധി ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞു ഇന്നലെ രാത്രി തന്നെ. ഇനിയും ഒരു 6-7 ആളെയും കൂടി ഞാൻ വിളിക്കാണ്ട്, അവരെ ഞാൻ വിളിച്ചിരിക്കും. അതേ ആയിരിക്കും ചിലപ്പോൾ ഈ ഷാജിനെ വിട്ടുണ്ടാവുക. ഞാൻ വിളിച്ചിട്ടില്ല, വിളിച്ച് സംസാരിക്കാം. എന്തായാലും അതുക്കും മേലെ എൻ്റെ അടുത്തുനിന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ. പിന്നെ പ്രവീണ മാമിനോട് ഒരു സംശയം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മള് കുട്ടികളെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു പാകപ്പഴ വരുമോ എന്നൊരു സംശയം കൊണ്ടിട്ട് ഞാൻ ഈ ചോദിക്കുന്നത്, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാ. കുട്ടികൾ ഇപ്പൊ ഒരു ഉയരത്തുമ്മ കയറുകയാണ്. അപ്പൊ നമ്മൾ പറയും കുട്ടികളോട്, അയ്യോ മോനെ അങ്ങോട്ട് കയറല്ലേ, വീഴും. നമ്മൾ അവിടെ കൊടുക്കണത് ആ കുട്ടികൾക്കൊരു അരുത് എന്നുള്ളൊരു വാക്കാണല്ലോ വരുന്നത്. അങ്ങോട്ട് കയറരുത്, വീഴും എന്ന് നമ്മൾ പറയുമ്പോ, അങ്ങനെ ഉണ്ടാകുമ്പോ നമ്മൾ എങ്ങനെയാണ് അവരെ അവിടെ നിന്നിട്ട് അതിൽ നിന്നൊന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരേണ്ടത് എങ്ങനെയാ? ഓക്കെ, ഇപ്പൊ സിന്ധുവാൻ ചോദിച്ചിരിക്കുന്ന ഒരു സംശയമാണ്, ഉയരത്തിൽ കയറി അവര് വീഴും എന്ന് പറഞ്ഞു. അപ്പൊ വീഴും എന്ന സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കുക. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു കുഞ്ഞ് കയറാൻ ശ്രമിക്കുമ്പോ എന്ത് ചെയ്യണം? നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്ത് പറയും, ഈ സ്റ്റൂളൊക്കെ നേരെ, എന്തിന്റെ മുകളിൽ കയറി നിൽക്കുന്ന നോക്കാം, ഈ സ്റ്റൂളൊക്കെ നേരെ ഇരിക്കുന്നുണ്ടോ? നേരെ ആയാൽ നമുക്ക് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എന്ത് വെച്ചാൽ, ഇതിനാണ് കുട്ടികളെ കൂട്ടിയിട്ട് നമുക്ക് ആശുപത്രികളിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആരും ഇത് ചെയ്യാറില്ല. ഒരു പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബക്കാരാരെങ്കിലും നമുക്ക് ആവശ്യമില്ലെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇടയ്ക്ക് നമ്മുടെ മെഡിക്കൽ കോളേജ് ഒക്കെ നമ്മുടെ കുട്ടികളെയും കൂട്ടി പോയിട്ട് വിസിറ്റ് ചെയ്യാം. ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അവരുമായി സംസാരിക്കുക. നമുക്ക് സംസാരിക്കാം, പരിചയപ്പെടാം, എന്താണ് സംഭവിച്ചത്, അവർക്കൊരു റിലീഫ് ആയിരിക്കും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ കണ്ടോ, അവർക്ക് അവർ വീണിട്ടാണത് പറ്റിയത്, ഒരു പക്ഷെ അങ്ങനെ ഇത്തരത്തിലുള്ള ചില മെസ്സേജുകൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ഒരു രക്ഷപ്പെടാമായിരുന്നു. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഗ്ലാസ് അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ഇത് തട്ടി താഴെ വീഴുമ്പോ എന്താണ് സംഭവിക്കുന്നത് കാണിച്ചു കൊടുക്കാം. അത് പൊടിഞ്ഞില്ലാതാവുന്നു. ഇതുപോലെ നമ്മുടെ ഉള്ളിലും ചില എന്തുണ്ട്, ബോൺസ് ഉണ്ട്, അസ്ഥികളുണ്ട്. ഈ അസ്ഥികൾക്കൊക്കെ അല്ലെങ്കിൽ എല്ലുകൾക്കൊക്കെയുള്ള ഫലം അത്ര തന്നെ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എവിടെ കയറി അത്തരത്തിലുള്ള ഇൻസിഡൻസ് പറഞ്ഞു കൊടുക്കാം. ഒരു പക്ഷെ വീഴും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള സമൂഹത്തിലുള്ള എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് ചെയ്യാത്തവർക്ക് ഹെൽമെറ്റ് വെക്കാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർ ചിന്തിച്ചു തുടങ്ങട്ടെ. ഇല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ആദ്യം നമ്മൾ ഇൻജക്ട് ചെയ്യുന്നത് വീഴും എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കമന്റാണ്. ഇത് ശ്രദ്ധിച്ചു കയറുമ്പോ കണ്ടോ, ഞാൻ ചെയ്യുമ്പോ കണ്ടോ എത്രയാണ് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് കയറുമ്പോ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരം സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണ്ടേ. വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സാരമില്ല, അല്ലെങ്കിൽ അത് പറ്റി എന്ന് പറഞ്ഞ് നമുക്ക് അതിന് പറ്റി. പിന്നെ ഇത് കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലും ഒരു ശ്രദ്ധ വരും. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴും കാണിച്ചു കൊടുക്കുമ്പോഴും ഒക്കെ ഈ ഭയം ആദ്യം ഇൻജക്ട് ചെയ്യാതിരിക്കുക. അവരും അതിൽ പിന്നീട് ശ്രദ്ധിച്ചു തുടങ്ങും. പിന്നെ ഒരുപാട് പേപ്പറുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്, അത് വായിച്ചു കൊടുക്കുക, അതിന്റെ ഇൻസിഡന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുക, അതിന്റെ വരുപരായകൾ പറഞ്ഞു കൊടുക്കുക. ബാക്കിയൊക്കെ അവരുടെ ഉള്ളിൽ താനേ വന്നോളൂ. ഓക്കെ മാം, താങ്ക് യു. പ്രവീണ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. സുലേഖ മാമിന് കൂടി ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. സുലേഖ പോയോ? പറഞ്ഞോളൂ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എനിക്ക് അറിയുന്നത് പോലെ ഞാൻ പറയാം. ആ കാര്യം സിന്ധു മാം ചോദിച്ചതിനോട് റിലേറ്റഡ് ആണ്. കാരണം ഇതുപോലെ പല കാര്യങ്ങളും കുട്ടികൾ ചെയ്യുമ്പോൾ ഇപ്പൊ ആ ഉയരത്തിൽ കയറുന്നതാണ് നമ്മള് ടെൻഷൻ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്താൽ മതി ഇല്ലേ അതിന്. അതുപോലെ വരുന്ന ഏത് പ്രോബ്ലംസ് ആയാലും അങ്ങനെ ചെയ്ത് മുന്നേറാം അല്ലേ. മക്കളടുത്താണ് സംശയങ്ങൾ വരുന്നത്. അതെ, അപ്പൊ അവരോട് നമുക്ക് പറയാം, നമുക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അമ്മയോട് പറയണം, അമ്മയും കൂടി സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്കും പറയാം, മോനെ അപ്പൊ നമുക്ക് ഒരുപാട് നമുക്ക് കയറി എടുക്കാനൊക്കെ നമുക്ക് നല്ല ശക്തിയും കരുത്തൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, മോനെ എനിക്ക് ആ സാധനം അവിടെ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ മക്കളോട് പറയാം, മോളെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ഈ സ്റ്റൂള് അല്ലെങ്കിൽ കസേര ഒന്ന് പിടിച്ചു തരണേ. അത് എന്തിനാന്നറിയോ, എടുത്തു കഴിഞ്ഞ് നമുക്ക് സുരക്ഷിതമായിട്ട് ഇറങ്ങാലോ. അപ്പൊ ഒരു സപ്പോർട്ട് കിട്ടുമല്ലോ, അടുത്തൊരാളുണ്ടാവുമല്ലോ. ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ കുട്ടി ശ്രദ്ധിക്കും. അപ്പൊ എന്തെങ്കിലും എടുക്കുമ്പോൾ ആരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിറങ്ങാം. ആരെങ്കിലുമൊക്കെ വിളിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് സപ്പോർട്ടിനാണ്. നമ്മുടെ ബോഡി
സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ. അപ്പൊ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കാം, നമുക്ക് എത്താഞ്ഞിട്ടല്ല, എന്നാലും ചൂട് കയറിയിട്ട് കസേര കയറിയിട്ട് മോനെ ഇതൊന്ന് പിടിക്കണേ, അല്ലെങ്കിൽ മക്കളെ ഇതൊന്ന് പിടിക്കണേ എന്ന് പറയുമ്പോൾ അവർ ഓടി വന്ന് ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്നതല്ലേ എന്ന് ചോദിക്കും. അപ്പൊ പറയണം ഇത് ഒരു സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. അപ്പൊ ഒരു സപ്പോർട്ട് കിട്ടുമല്ലോ. അപ്പൊ ഈ കുട്ടികളെ കിട്ടും നമുക്ക് സപ്പോർട്ട് വേണം കേട്ടോ. അപ്പൊ എന്തൊക്കെ മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റുക, എന്ത് ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആവശ്യമാണ് എന്നവർ തിരിച്ചറിയും. കാരണം സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമ്മുടെ ഒരു ഹോർമോണിനെ വളരെയധികം കൂട്ടും. ഓക്സിറ്റോസിൻ എന്ന ഈ ഒരു ഹോർമോൺ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബിൽഡപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിക്കപ്പെടുന്നു എന്ന് സയൻസ് സൈക്കോളജി അല്ലെങ്കിൽ സയൻസ് പറയുന്നു. ഓക്കെ, താങ്ക് യു മാം. പിന്നെ അവരെ ബോധ്യപ്പെടുത്തുക അല്ലെ, എന്ത് കാര്യങ്ങളാണെങ്കിലും അവരെയും കൂടി ബോധ്യപ്പെടുത്തുക. നമുക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം എപ്പോഴും, അത് ആരോടായാലും അല്ലെ, നമ്മളെ ബോധ്യപ്പെടുത്തി ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുലൈഹ. എന്റെ മുന്നേ ഉണ്ടായിരുന്ന ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവോ എന്തെങ്കിലും പോരായ്കളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, മണി സർ, നമുക്ക് ടൈം സർ സംസാരിച്ചോളൂ. താങ്ക് യു വെരി മച്ച് പ്രവീണ മാം. നല്ല ക്ലാസ് ആയിരുന്നു. പ്രസാദ് സാർ പറഞ്ഞ മാതിരി പ്രകൃതിന്റെ ഒരു അനുഗ്രഹം ഉണ്ട്. കറക്റ്റ് ടൈമിന് കറണ്ട് പോയി, കറണ്ട് വന്ന്. അപ്പൊ ആ പ്രതികൂല സാഹചര്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാം എടുത്തു എന്നുള്ളതാണ്. ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് അതും കൂടി ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ സംസാരിച്ചു എന്നുള്ള പ്രസന്റ് മൂമെന്റിൽ അത് ഇന്നവിറ്റബിൾ ആണ്. അത് എന്തായാലും നമ്മൾ അതിനനുസരിച്ച് പെരുമാറാനുള്ളത് കൂടി അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇംപെക്കബിൾ ആയിട്ടുള്ള, അതായത് കുറ്റമറ്റ രീതിയിൽ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുക, അതേപോലെ തന്നെ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്യാന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ദോഷമാണ് വന്നതെന്നുള്ളത് ആ കഥയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് പാടാനുള്ള ഒരു കഴിവുണ്ടായിട്ട് പോലും പിന്നീട് അത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ വാക്കുകൾ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഒന്ന് പറയാനുള്ളത്, 1400ാമത്തെ ക്ലാസ് എടുക്കേണ്ടത് മാം തന്നെയാണ്. കാരണം മുമ്പ് ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 916 എന്നുള്ള ക്ലാസ് മാമാണ് എടുത്തത്. പിന്നെ നവംബർ 1 മാമിന്റെ ക്ലാസ് ആയിരുന്നു തോന്നുന്നു, മലയാളപ്പിറവി ദിനത്തിൽ. അതുപോലെ വേറെ ഏതൊരു സ്പെഷ്യൽ ഡേറ്റിനും മാം തന്നെയാണ് ക്ലാസ് എടുത്തത്. അപ്പൊ എന്തായാലും ഒരു പ്രത്യേക അനുഗ്രഹം മാമിനുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അതിന്റെ മുന്നേ ഒരു കാര്യം പറയുന്നത്, നമുക്ക് ഡ്രീം മാപ്പിംഗ് കോഴ്സിന്റെ ഒരു ഫ്രീ വെബിനാർ 4:30 നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാട്ടോ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ബാച്ച് നമ്മൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ വിവരം നിങ്ങൾ അറിയിക്കുക. അപ്പൊ നിങ്ങളുടെ അറിയുന്നവരോ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീ വെബിനാറിന്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു പ്രവീണ മാം. ഇപ്പോൾ മണി സർ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 1300ാമത്തെ എപ്പിസോഡിലും പ്രവീണ മാമിന്റെ ആണ് സെക്ഷൻ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് മാം. ഗോപിക മോളൊന്ന് വിളിക്കണം എന്നെ. ആ വിളിക്കാം സിന്ധു മാം. ശരി, താങ്ക് യു പ്രവീണ മാം. താങ്ക് യു. താങ്ക് യു all. Thank you, ma'am.